നീറ്റ് 2024 രജിസ്ട്രേഷൻ ആരംഭിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇത്തവണ നീറ്റിൻ്റെ രജിസ്ട്രേഷൻസ് വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് NTA കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള, അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഏറ്റവും അടിപൊളിയായിട്ട് എക്സാം എഴുതട്ടെ എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു മാസത്തെ സമയമുണ്ട്. ഫെബ്രുവരി 9-ാം തീയതി മുതൽ മാർച്ച് 9-ാം തീയതി വരെ ഒരു മാസത്തെ സമയമുണ്ട്. തിരക്ക് കൂട്ടണ്ട, പതുക്കെ ചെയ്താൽ മതി. ഒരു ഫെബ്രുവരി 20-25 ആകുമ്പോഴത്തേക്കൊക്കെ തന്നെ ചെയ്താൽ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമുകളുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫ്യൂസിങ് ആക്കാറുള്ളത് ഏതെല്ലാം സർട്ടിഫിക്കറ്റുകൾ, ഏതെല്ലാം പ്രൂഫുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, അങ്ങനെ പല സാധനങ്ങൾ വേണ്ടിയിരുന്നു. ഇത്തവണ ദർ ഈസ് നോ പ്രൂഫ് റിക്വയർഡ്. ഒന്നിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക. SSLC ബുക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പേര്, ജനന തീയതി, അമ്മയുടെ അച്ഛൻ്റെ പേര്, ഈ കാര്യങ്ങൾ കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ കാറ്റഗറി നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ OBC ആണ്, EWS ആണ്, SC ST ആണ്, എന്തായാലും നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത്ര കൊടുത്തു വെച്ചാൽ മാത്രം മതി. അതല്ലാതെ ഇതിനൊന്നും പ്രൂഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിസർവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ആൻഡ് ആ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം, നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷൻ പോകുമ്പോൾ, അത് നടക്കുന്നത് മേ ബി നീറ്റ് എക്സാം മെയ് 5-ന് കഴിഞ്ഞതിന് ശേഷം ജൂണിൽ റിസൾട്ട് വരും. അതിനൊക്കെ ശേഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ ആ സമയത്തേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ പേരൻസിനും ആശ്വാസമാണ്. നീറ്റ് വരെ ഇതിനൊന്നും ഓടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. ഇനി അതിനോടൊപ്പം തന്നെ അവർ വളരെ കൃത്യമായിട്ട് തന്നെ നീറ്റിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ 14-ാം തീയതി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ ഇപ്പോൾ ഫീസ് പറഞ്ഞത് ജനറൽ വിഭാഗത്തിന് 1700, OBCക്ക് EWSന് 1600, SC ST PWD ആൾക്കാർക്ക് 1000 രൂപ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഓൺലൈൻ സേവനങ്ങളും കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. കാർഡൊക്കെ വേണ്ടിയിരുന്നു. ഇത്തവണ UPI ഉപയോഗിച്ചിട്ട്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫീ പേ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട. നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ 10 വിരലിൻ്റെയും ഒരു പേപ്പർ എടുത്തിട്ട്, പേപ്പറിൽ നമ്മൾ 10 വിരലിൻ്റെയും ഈ അഗ്രഭാഗം മാത്രം വെച്ചാൽ മതിയാവും. ഇങ്ങനെ വെച്ചിട്ട് ഒരു തമ്പ് ഇംപ്രഷൻ്റെ ഒരു പേപ്പർ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യണം. വേറെ ഒരു പേപ്പറും വേണ്ട. 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽ അനുസരിച്ച് സാധനങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ എനിക്ക് തോന്നുന്നത് നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ഇത്തവണ നമുക്ക് അയക്കാനുള്ളത്. ഒരു മാസം സമയം, നിസ്സാരമായ സമയം മതി. ഡോപ്പയിൽ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയാനുള്ള കാര്യം, ഡോപ്പ ഓഫ്ലൈനിൽ ഇപ്പോൾ ഡേ സ്കോളറായിട്ട് വന്നു പോകുന്ന കുട്ടികളും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് മൊത്തം ഡോപ്പയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഹോസ്റ്റലിലോ നിങ്ങളുടെ ക്യാമ്പസിലോ അതിൻ്റെതായ ആളുകൾ വന്ന് അവിടെ ഇരുന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൺലൈനിലുള്ള സ്റ്റുഡൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ വിശദ വിവരങ്ങളും നമ്മൾ ഇവിടെയുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. അതനുസരിച്ചിട്ട് മാത്രം നോക്കുക. ഡോപ്പയുടെ പുറത്തുള്ള ആളുകൾക്കും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. നീറ്റ് 2024 നമ്മുടേതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടിപൊളിയാവട്ടെ, മുന്നോട്ട് പോട്ടെ. ആൻഡ് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നീറ്റ് രജിസ്ട്രേഷനെ പറ്റിയിട്ട് ഇത്രയേ പറയാനുള്ളൂ. 1.5 മണിക്കൂർ 2 മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളേ ഇല്ല എന്നുള്ളവർ ഉറപ്പെടുത്താണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാണാൻ ചോദിച്ചോ. വേറെ വീഡിയോസ് ആയിട്ട് മറുപടികളായിട്ട് വരാം കേട്ടോ.